പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ ഒരു പുത്തൻ പ്രഭാതം നൽകി ഈശോ അനുഗ്രഹിച്ചതിന് ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാട്ടോ. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് തന്നിട്ടുള്ള നന്മകൾ നമ്മളൊന്ന് ആഴത്തിൽ ചിന്തിച്ചാൽ നമ്മുടെ കണ്ണ് നിറയും, ഉറപ്പാണ്. ഞാൻ ചില സമയത്തൊക്കെ ഈശോയുടെ മുന്നിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ കർത്താവ് എനിക്ക് തന്നിട്ടുള്ള നന്മകളെ ഓർത്ത് കർത്താവിന് ഒത്തിരി നിറകണ്ണുകളോടെയൊക്കെ നന്ദി പറയാറുണ്ട്. പ്രത്യേകിച്ച് കത്തോലിക്ക തിരുസഭയിലെ ഒരു വൈദികനാക്കിയതിന്, ഒരു ധ്യാനകേന്ദ്രത്തെ നയിക്കാൻ എൻ്റെ അതിരൂപത മെത്രാപ്പോലീത്തയിലൂടെ ഒരു അവസരം തന്നതിനൊക്കെ ഞാൻ കർത്താവിന് നന്ദി പറയാറുണ്ട്. കുടുംബത്തെ പ്രതി നന്ദി പറയും, ആരോഗ്യത്തെ പ്രതി നന്ദി പറയും. അങ്ങനെ നമ്മളൊന്ന് ചിന്തിച്ചാൽ ഒത്തിരി കാര്യങ്ങൾ കർത്താവിന് നന്ദി പറയേണ്ടതായിട്ടുണ്ട്. ഒരിക്കൽ ഒരു നിരാശപ്പെട്ടൊരു മനുഷ്യൻ ഗുരുവിൻ്റെ അടുത്ത് എത്തി. അപ്പോൾ ഗുരുവിനോട് പറഞ്ഞു, ഗുരു, എൻ്റെ ജീവിതത്തിൽ ആകെ തകർച്ചകളാ, വേദനയാ, എനിക്ക് ജീവിക്കണ്ട, എനിക്ക് മരിച്ചാൽ മതി എന്ന് പറയും. ഇപ്പോൾ ഗുരു എന്ത് ചെയ്തു? ഗുരു നേരെ ഒരു നോട്ട് ബുക്ക് എടുത്തിട്ട് അവന് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നിൻ്റെ ജീവിതത്തിൽ ദൈവം തന്നിട്ടുള്ള നന്മകളൊന്ന് ഓർത്തെഴുതാൻ പറഞ്ഞു. എന്നിട്ട് ഗുരു 1 മണിക്കൂർ കഴിഞ്ഞ് തിരികെ വന്നപ്പോഴുണ്ട് ഗുരുവിനോട് അവൻ ചോദിക്കുകയാണ്, ഗുരു, ഒരു ബുക്കും കൂടി തരുമോ? ഈ ബുക്കിൽ എഴുതിയിട്ട് നന്മകൾ എഴുതി ബുക്ക് തീർന്നു പോയി. നോക്കിയാൽ നമ്മുടെ ജീവിതത്തിലെ ഒത്തിരി അനുഗ്രഹങ്ങൾ കർത്താവ് തന്നിട്ടുണ്ടെന്ന്. എന്തെങ്കിലുമൊക്കെ വിഷമം വരുമ്പോൾ, സങ്കടം വരുമ്പോൾ, ഒരു തടസ്സം വരുമ്പോൾ, ഒരു ദുഃഖം വരുമ്പോൾ ഒക്കെ നമ്മൾ എന്താ ചെയ്യുക? ദുഃഖത്തിലോട്ട് മാത്രം നോക്കുകയുള്ളൂ. ഇന്നലെകളിൽ കർത്താവ് നടത്തിയ വഴികളെക്കുറിച്ച് ഓർക്കൂല്ല, ആ സങ്കടത്തിലോട്ട് മാത്രം നോക്കുകയുള്ളൂ. മറിച്ച് കർത്താവ് ഇതിനേക്കാളും വലിയ പ്രശ്നത്തിൽ നിന്ന് നിന്നെ കരകയറ്റിയിട്ടുണ്ടെന്നേ. നന്ദിയുള്ളവനാകുക. വല്ലാതെ അങ്ങോട്ട് കർത്താവിനെ മറന്നു പോകല്ലേ, വിസ്മൃതിയിലേക്ക് എല്ലാ അനുഭവങ്ങളും കൊണ്ടുപോയി കുഴിച്ചിടല്ലേ. നോ, കർത്താവ് നിന്നെ ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്ന് കൈപിടിച്ച് ഉയർത്തിയിട്ടുണ്ട്. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ആയിരിക്കും. കർത്താവെ ഇങ്ങനെ പറയണം, ഇപ്പം ഞാൻ കടന്നു പോകുന്ന ഈ പ്രശ്നത്തിൽ നിന്ന് ഞാൻ മറികടക്കും കർത്താവെ. കാരണം കർത്താവെ അങ്ങ് ശക്തനാണെന്ന് ഞാൻ അറിയുന്നു. ഇതിനേക്കാളും വലിയ പ്രശ്നത്തിലൂടെ അങ്ങ് കടത്തിക്കൊണ്ട് പോയിട്ട് എന്നെ വിജയിപ്പിച്ചിട്ടുണ്ട്. കർത്താവെ നന്ദി, കർത്താവെ സ്തുതി, കർത്താവെ ആരാധന. സങ്കീർത്തനം 116, 12, 13. കർത്താവ് എൻ്റെ മേൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് ഞാൻ എന്ത് പകരം കൊടുക്കും? ഞാൻ രക്ഷയുടെ പാനപാത്രം ഉയർത്തി കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കും. കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കാൻ കഴിയട്ടെ. ഇനി മുന്നോട്ടുള്ള ജീവിതത്തിൽ നന്ദിയോടുകൂടെ ജീവിക്കാം കേട്ടോ. ഇന്ന് മെസ്സേജ് ബോക്സിൽ ടൈപ്പ് ചെയ്യണം, ഈശോയെ അങ്ങ് എനിക്ക് തന്ന എല്ലാ ദാനങ്ങൾക്കും നന്ദി. ദിവ്യകാരുണ്യനാഥൻ നമ്മെ അനുഗ്രഹിക്കട്ടെ.